അവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് കിട്ടിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. അതിമനോഹരമായൊരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ? കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചിരിക്കും അവരുടെ ആ സൗന്ദര്യത്തിനും പകരം വെക്കാൻ ഈ ലോകത്തിൽ എന്താ ഉള്ളത്? ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ദൃശ്യം തന്നെ ഒരു കുഞ്ഞിൻ്റെ മുഖമാണെന്ന് എല്ലാവരും സമ്മതിക്കും. നമുക്കെല്ലാവർക്കും പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പിള്ളേരെ ഇഷ്ടമില്ലാത്തവരാരാ? കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. നമുക്കറിയാം, മനുഷ്യവംശം നിലനിന്ന് പോകണമെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കണം. അതിവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരാണും പെണ്ണും ഒന്നിച്ചു വന്നാൽ ഒരു കുഞ്ഞുണ്ടാകും. നമ്മുടെ ബയോളജി ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു, സ്പേമും എഗ്ഗും കൂടെ ഒരുമിക്കുമ്പോൾ, അല്ലെങ്കിൽ ബീജവും മണ്ണവും കൂടെ ഒരുമിക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നു. പക്ഷേ വേദപുസ്തകം അതിനേക്കാളും ഉന്നതമായൊരു കാര്യം പറയുന്നുണ്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. നേരത്തെ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, മക്കൾ യഹോവ തരുന്ന ദാനമാണ്, ദൈവത്തിൻ്റെ വിലപ്പെട്ട സമ്മാനങ്ങളാണ്, കൃപ കൊണ്ട് കിട്ടിയതാണ് നമ്മളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞും എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന വിഷയം ബിബ്ലിക്കൽ പേരൻറ്റിങ്. എങ്ങനെ ദൈവ വഴിയിൽ ദൈവവചന പ്രകാരം നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താം. നമ്മളെല്ലാവരും വിശ്വാസികളായ മാതാപിതാക്കൾ എന്ന രീതിയിൽ ദൈവവചനം പറയുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താം എന്നതിന് ചില ടിപ്സ് തരുവാൻ, എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ചില പ്രയോജനം ആകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. നമ്മൾക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണിത്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ആ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചു വളർത്തിയില്ലെങ്കിൽ മക്കൾ കോപിക്കാൻ, അല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുവാനായിട്ട്, അവർക്ക് വേദനകൾ ഉണ്ടാകുവാൻ, കത്തിത്തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരണഞ്ഞു പോകുവാൻ, തല്ലിക്കെടുക്കുവാൻ എല്ലാം സാധ്യതയുണ്ട്. മക്കളെ കോപിപ്പിക്കാതെ വേണം വളർത്തുവാൻ. എങ്ങനെ വളർത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്? കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു തരുന്നു, 2 കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തണം. ഒന്ന്, ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും. ബാലശിക്ഷ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ്, പെയ്തിയോ. അതിൻ്റെ അർത്ഥം ചൈൽഡ് ട്രെയിനിങ് എന്നാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്ത് വളർത്തിയെടുക്കണം. ബാലശിക്ഷ എന്ന പേരിൽ കുഞ്ഞുങ്ങളെ തുണി അലക്കാൻ നേരത്ത് കുത്തിപ്പിഴിയുന്ന പോലെ ഇടിച്ചു കുത്തുന്ന മാതാപിതാക്കളുണ്ട്, അടിച്ച് തല്ലി വളർത്തുന്നവരുണ്ട്. പക്ഷേ ബാലശിക്ഷ എന്താണെന്ന് നമുക്ക് നോക്കാം. ബാലശിക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദേഷ്യം തീർക്കുവാനായിട്ട് കുഞ്ഞുങ്ങളുടെ മേൽ നമ്മൾ നടത്തുന്ന ചില പ്രയോഗങ്ങളല്ല, എന്നാൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ആ ഭാഷയിൽ നമ്മൾ അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അവരെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ് ബാലശിക്ഷ. അതുപോലെ തന്നെ പഥ്യോപദേശത്തിലും നമ്മൾ പോറ്റി വളർത്തണം. എന്താണ് പഥ്യോപദേശം? നമ്മൾ ഉപദേശങ്ങൾ നമുക്കറിയാം, എന്താ, നമ്മൾ നന്നാവാനായിട്ടുള്ള, ശരിയായ വഴിയിൽ പോകുവാനുള്ള ഉപദേശങ്ങൾ നൽകും. എന്നാൽ പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് സേയിങ്സ് സംതിങ് ദാറ്റ് ഈസ് ഇൻ വൺസ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന്, നന്നായി വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു അപ്പൻ മകനെ ഉപദേശിക്കുകയാണ്, മോനെ, നീ വലുതാകുമ്പോൾ വലിക്കരുത്, കുടിക്കരുത്, നിൻ്റെ ജീവിതം നശിച്ചു പോകുമെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. എപ്പോഴും മറ്റുള്ളവരുമായിട്ട് വഴക്ക് പിടിക്കുന്ന ഒരു അമ്മ മകളെ ഉപദേശിക്കുകയാണ്, എല്ലാവരോടും നല്ല സ്നേഹത്തിൽ നീ പെരുമാറണമെന്ന് പറഞ്ഞാൽ അത് പഥ്യോപദേശമാകുമോ? ഇല്ല. ആ മകൾ നോക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അമ്മ എല്ലാവരോടും വഴക്ക് പിടിക്കുന്നു, പിന്നെ എന്നെ ഇങ്ങനെ ഉപദേശിച്ചു തരുന്നു. അപ്പനും അമ്മയും മറ്റുള്ളവരെ ചീത്ത പറയുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്തിട്ട് കുഞ്ഞിനോട് ഉപദേശിച്ചു കൊടുക്കുക, നല്ല വാക്കുകൾ മാത്രമേ നിൻ്റെ വായിൽ നിന്ന് വരാവൂ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞതനുസരിക്കുമോ? ഒരിക്കലുമില്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു രസകരമായൊരു ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ ആദ്യം വിചാരിച്ചു ജയിലിൽ ചാടി ആരാണ്ടൊക്കെ പോവുകയെന്ന്. എനിക്ക് മനസ്സിലായില്ല. എന്താ അത്?
കോപ്പിയടി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ബീഹാർ എന്ന് പറയുന്ന ഒരു വലിയ സംസ്ഥാനത്തിൽ നടന്ന കോപ്പിയടി ഇങ്ങനത്തെ പല സ്ഥലങ്ങളിൽ നടന്നു. എന്താണെന്നറിയാം, ദേ നോക്കി, കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുക. എൻ്റെ മകൻ സ്റ്റീവൊക്കെ ഇവിടെ 10ാം ക്ലാസ് പരീക്ഷ ഇപ്പോൾ എഴുതി, ബോർഡ് എക്സാമൊക്കെ. അവരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയപ്പോൾ അവങ്ങ് ബീഹാറിൽ നടക്കുന്ന സംഭവം നോക്കിക്കേ, ഇവരുടെ കൂടെ ഇവരുടെ മാർക്കൊക്കെ വരാൻ പോണത്. ഓക്കെ, ഇവിടെ മാതാപിതാക്കൾ തന്നെ കയറയിൽ വലിച്ചു കയറി ആൾക്കാരെയൊക്കെ ഏർപ്പാട് ചെയ്ത് അകത്ത് പരീക്ഷ എഴുതുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പേപ്പറിൽ ആൻസർ എഴുതിയിട്ട് കൊടുക്കുന്നു, പിന്നെ ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നു, ആൻസേഴ്സ് വിളിച്ചു പറയുന്നു, കോപ്പി അടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഈ മാതാപിതാക്കൾ മക്കളോട് സത്യം പറയണം, നിങ്ങൾ ജീവിതത്തിൽ ശരിയായ പാതയിൽ നടക്കണം എന്ന് ഉപദേശിച്ചാൽ ഈ മക്കൾ എന്തെങ്കിലും അത് സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ ഇവർ നൽകുന്ന മെസ്സേജ്? ഞാനിതിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. പലരും പേരൻറ്റിങ്ങിന് ശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, മക്കളെ വളർത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ വേദപുസ്തകം ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഞാൻ 2 വാക്കുകൾ ആദ്യമേ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പേരൻസായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 വാക്കുകൾ. ഒന്നാമത്തേത് പേരൻറ്റൽ സപ്പോർട്ട്. ഓക്കെ, ഇത് ഞാൻ കൂടുതലും ബൈബിളിൽ നിന്നൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രയോജനപ്പെടുന്ന ക്ലാസ് ആയിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത് പേരൻസ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം പേരൻറ്റൽ സപ്പോർട്ട്. ഉറക്കെ പറയാമോ? പേരൻറ്റൽ സപ്പോർട്ട്. പേരൻറ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ടു മേക്ക് എ ചൈൽഡ് ഫീൽ ലൗഡ്. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞിന് മനസ്സിലാവുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന് കുഞ്ഞിന് മനസ്സിലായെങ്കിൽ നിങ്ങൾ നന്നായി പേരൻറ്റൽ സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. മനസ്സിലായോ? കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ അപ്പനും അമ്മയ്ക്കും നിന്നോട് സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉറപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിച്ചാൽ നിങ്ങൾ ഈ കാര്യത്തിൽ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ പേരൻറ്റൽ സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ കുഞ്ഞിനറിയാം നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാൽ ചില മാതാപിതാക്കൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കാം, പക്ഷെ കുഞ്ഞത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ ഈ ഏരിയയിൽ തോറ്റുപോയിരിക്കുകയാണ്. പേരൻറ്റൽ സപ്പോർട്ട് ആ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ കൊടുക്കുവാൻ സാധിക്കും? അവരോട് വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കണം. കുഞ്ഞിന് എത്ര പ്രധാനപ്പെട്ടതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരോട് വാക്കുകളിൽ കൂടെ പറഞ്ഞു കൊടുക്കണം. അതവർക്കൊരു വലിയ ഉറപ്പാണ്. അവരുടെ പ്രവർത്തികളിൽ കൂടെ അത് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിലൂടെ, അവരുടെ കൂടെ പഠിക്കാനിരിക്കുന്നതിലൂടെ, അവരുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുന്നതിലൂടെ എല്ലാം നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? കുഞ്ഞെ, നീ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഞങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഞങ്ങൾ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ് പേരൻറ്റൽ സപ്പോർട്ട് എന്ന്. അപ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ട വേർഡ് പേരൻറ്റൽ സപ്പോർട്ട്. ഓക്കെ, രണ്ടാമത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം പേരൻറ്റൽ കൺട്രോൾ. പേരൻറ്റൽ കൺട്രോൾ കുഞ്ഞിനെ വളർത്തുമ്പോൾ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം പേരൻറ്റൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മാനേജ് എ ചൈൽഡ്സ് ബിഹേവിയർ. എബിലിറ്റി ടു മാനേജ് എ ചൈൽഡ്സ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവന് സ്നേഹം കൊടുത്താൽ മാത്രം പോരാ, അവന് സ്നേഹിക്കപ്പെടുന്നു എന്ന ബോധം കൊടുത്താൽ മാത്രം പോരാ, അവൻ്റെ ബിഹേവിയർ, അവൻ്റെ പ്രവർത്തികളെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. ഇതും മക്കളെ വളർത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് പേരൻറ്റൽ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് ഉപദേശത്തിലൂടെ അത് ചെയ്യാൻ സാധിക്കും. അതിനുമുപരിയായിട്ട് നിങ്ങളുടെ മാതൃകയുള്ള ജീവിതത്തിലൂടെ നിങ്ങൾക്കത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇവിടെയാണ് ബാലശിക്ഷയുടെ പ്രസക്തി വരുന്നത്. ശരിയായ ട്രെയിനിങ്, ഡിസിപ്ലിനിങ് പ്രോസസ്സുകളിൽ കൂടെ നിങ്ങൾക്ക് ആ കുട്ടിയുടെ ബിഹേവിയറിനെ, ആ സ്വഭാവത്തെ നിങ്ങൾക്ക് ശരിയാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ 2 വേർഡ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. മുമ്പോട്ട് പഠിക്കേണ്ടതിന്, മനസ്സിലാക്കേണ്ടതിനും ഈ 2 വേർഡ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചു തരാം. ഒന്നാമത്തേത് പേരൻറ്റൽ സപ്പോർട്ട്. നിങ്ങൾ ഉറക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരിക്കും. പേരൻറ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ആ തോന്നൽ നന്നായിട്ടുണ്ടാവുന്നതിനെയാണ് പേരൻറ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പേരൻറ്റൽ കൺട്രോൾ. സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ കിട്ടിയാൽ മാത്രം പോരാ, അതേസമയം തന്നെ മാതാപിതാക്കൾ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ നന്നായി കൺട്രോൾ ചെയ്യുകയും ബിഹേവിയർ മാനേജ് ചെയ്യുകയും വേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്
4 ടൈപ്സ് ഓഫ് പേരൻറ്റിങ്. നമ്മളുടെ ഇടയിൽ പല മാതാപിതാക്കളുണ്ട്, ഇനി മാതാപിതാക്കളാകാനുള്ളവരുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. ഇനി ദയവ് ചെയ്തൊരു കാര്യം ഓർക്കാം, നിങ്ങളുടെ മാതാപിതാക്കളുടെ കുറവ് വശങ്ങളെ അനലൈസ് ചെയ്യുവാനായിട്ട് ക്ലാസ് ഉപയോഗിക്കരുത്. പക്ഷേ ഭാവിയിൽ ഇനി എങ്ങനെ നല്ല മാതാപിതാക്കളാകാമെന്ന് ഓരോരുത്തർക്കും ഈ ക്ലാസ്സുകളിലൂടെ തീരുമാനിക്കാം. ഓക്കെ, 4 ടൈപ്സ് ഓഫ് പേരൻറ്റിങ്. 4 വിധത്തിൽ ആളുകൾ കുഞ്ഞുങ്ങളെ വളർത്താറുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഒന്നാമത്തേത് നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്. അതായത് കുട്ടികളെ തീർത്തും അവഗണിച്ചിട്ട്, മാതാപിതാക്കളാണെന്നുള്ള ശരി തന്നെ, ജന്മം കൊടുത്തു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ആ കുട്ടികൾ വീട്ടിൽ വളരുന്നുണ്ടെന്ന് ഇവർ ശ്രദ്ധിക്കുന്നില്ല, എവിടെ പോകുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല, അവരെന്ത് കാണുന്നു എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല, ആ കുഞ്ഞിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല, ആ കുഞ്ഞിന് സന്തോഷമുണ്ടെങ്കിലും അവർ മൈൻഡ് ചെയ്യുന്നില്ല. തീർത്തും കുട്ടികളെ അവഗണിച്ചിട്ട് മാതാപിതാക്കൾ അവരുടെ ലോകത്തും കുഞ്ഞുങ്ങൾ അവരുടെ ലോകത്തും ജീവിക്കുന്ന ടൈപ്പ്, ഞാൻ ഈ പറയുന്ന 4 കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ ഒന്നാമത്തെ ടൈപ്പാണിത്. നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്ങിൽ മാതാവ് ഒരു ലോകത്തായിരിക്കും, പിതാവ് ഒരു ലോകത്തായിരിക്കും, കുഞ്ഞും ഒരു ലോകത്തായിരിക്കും. ഇതിനെയാണ് നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ഇവിടെ ഈ കുഞ്ഞിന് സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകുമോ? ഇല്ല, ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ച വേർഡ് ഓർക്കുക, പേരൻ്റൽ സപ്പോർട്ട്. അത് ലോ ആയിരിക്കും. കുഞ്ഞിന് ലോ സപ്പോർട്ടായിരിക്കും കിട്ടുന്നത്. അതായത് കുഞ്ഞിനറിയില്ല എൻ്റെ അപ്പനും അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇവന് കൺഫ്യൂഷൻ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കും. അറിയത്തില്ല അപ്പനും അമ്മയ്ക്കും എന്നോട് സ്നേഹം ഉണ്ടോ എന്ന് ഉറപ്പില്ല. ലോ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ലോ കൺട്രോളുമാണ്. ഈ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കുവാൻ മാതാവോ പിതാവോ ഒരു ഇനിഷ്യേറ്റീവും എടുക്കുന്നില്ല. ഓക്കെ, അവൻ നല്ല വഴിക്ക് പോയാലും അവർക്ക് പ്രശ്നമില്ല, ചീത്ത വഴിക്ക് പോയാലും പ്രശ്നമില്ല. ലോ കൺട്രോളുമായിരിക്കും. ഇവർ ശ്രദ്ധിക്കുന്നില്ല ഈ കുഞ്ഞിനെ. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പേരൻറ്റിങ് എന്താ? നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ലോ സപ്പോർട്ട് ആൻഡ് ലോ കൺട്രോൾ. ഉറക്കെ പറഞ്ഞോ, ലോ സപ്പോർട്ടുമായിരിക്കും, ലോ കൺട്രോളുമായിരിക്കും നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ധാരാളം വേദനകളും മുറിവുകളും ഒക്കെ ഉണ്ടാവും. അവർക്ക് പേരൻസുമായിട്ട് സംസാരിക്കാൻ പറ്റാറില്ല, അവരുടെ വിഷമങ്ങൾ പറയാൻ പറ്റാറില്ല. ഇങ്ങനെ പറയാം, ഒത്തിരി റിജക്ഷൻ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. എന്താ പറയുന്നത്, അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളും ഒത്തിരി മുറിവുകൾ മനസ്സിൽ കൊച്ചായിരിക്കുമ്പോൾ തൊട്ട് അവരുടെ ഹൃദയം ഒരു കീറി മുറിഞ്ഞ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇവർ. നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്ങിൻ്റെ റിസൾട്ടാണ് അതൊക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് പേരൻറ്റിങ്, ഇത് നിങ്ങൾ മറന്നു പോവല്ലേ, നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്. രണ്ടാമത്തെ ടൈപ്പ് പെർമിസീവ് പേരൻറ്റിങ്. ഒന്ന് പറയാമോ? പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ, അതായത് ആദ്യത്തേതിൽ കുഞ്ഞിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണെങ്കിൽ, പെർമിസീവ് പേരൻറ്റിങ്ങിൽ സംഭവിക്കുന്നത് കുഞ്ഞ് ജനിച്ച ആ ദിവസം മുതൽ കുഞ്ഞായിരിക്കും പിന്നെ ആ കുടുംബത്തെ നിയന്ത്രിക്കുന്നത്. അപ്പനെ അമ്മയൊക്കെ നിയന്ത്രിക്കുന്ന ആരാന്ന് നോക്കിക്കേ, പറന്നവൻ നിയന്ത്രിക്കും. കുഞ്ഞ് അപ്പനോട് ഇരിക്കാൻ പറഞ്ഞാൽ അപ്പനിരിക്കും, കുഞ്ഞപ്പനോട് ചാടടാന്ന് പറഞ്ഞാൽ അപ്പൻ ചാടും, അമ്മയോട് നീല സാരി എടുക്കാൻ പറഞ്ഞാൽ അമ്മ നീല സാരി എടുക്കും. ഇന്നിവിടെ ബിരിയാണി മതി എന്ന് കുഞ്ഞ് പറഞ്ഞാൽ അവിടെ അത് നടക്കും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞുതരാം എളുപ്പം മനസ്സിലാക്കാൻ. ലാളിച്ച് വഷളാക്കിയതുങ്ങളെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെ ഈ സാധനം. കൊഞ്ചിച്ച് വഷളാക്കിയെടുത്ത് കുഞ്ഞെന്ത് പറഞ്ഞാലും ഇവർ സമ്മതിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞിനെ. അതുകൊണ്ട് കുഞ്ഞിനോട് ഒന്നും വഴക്ക് പറയില്ല, ഒന്ന് നുള്ളിപ്പോലും. ചിലരത്തില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല, എന്നിട്ട് അവിടെ കെട്ടിയോൻ അവിടെ മുഖത്തിനിട്ട് കൊടുത്തന്നെ എങ്ങനെ മര്യാദയ്ക്ക് നുള്ളി അടിച്ചൊക്കെ വളർത്തിയിരുന്നെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒന്നും നുള്ളാതെ പോലും വളർത്തിയ പിള്ളേരൊക്കെ പെർമിസീവ് പേരൻറ്റിങ്ങിൽ സംഭവിക്കുന്ന ഇതാ. ഓക്കെ, അപ്പം ഇവിടെ എന്തൊക്കെയാണ് പറ്റുന്നതെന്ന് നോക്കിക്കേ. എന്താ? ഹൈ സപ്പോർട്ട്. ഈ കുഞ്ഞിനോട് അപ്പയ്ക്കും അമ്മയ്ക്കും സ്നേഹം ഉണ്ടോയെന്ന് വെച്ചാൽ അവൻ പറയും, എനിക്ക് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എന്നോട് ഏറ്റവും സ്നേഹം, ഭയങ്കര സ്നേഹമാണ് അവർക്ക്. ആ കുഞ്ഞിനും അതറിയാം. പക്ഷേ അവരുടെ പ്രശ്നം ലോ കൺട്രോൾ. ഒട്ടും അവരുടെ ബിഹേവിയറിനെ, സ്വഭാവത്തെ ഈ അപ്പനും അമ്മയും തീരെ ശരിയാക്കിയിട്ടില്ല. അതാണ് ഈ പെർമിസീവ് പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പം. കൊഞ്ചിച്ച് വഷളാക്കിയവരാണ്
ഈ പെർമിസീവ് പേരൻറ്റിങ്ങിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടത് ഏതായിരുന്നു? നെഗ്ലെക്ട്ഫുൾ പേരൻറ്റിങ്. നെഗ്ലെക്ട്ഫുൾ പേരൻറ്റിങ്ങിൽ കുഞ്ഞിനെ തീർത്തും അവഗണിക്കുന്നു. അവിടെ ലോ സപ്പോർട്ടാണ്, ലോ കൺട്രോളുമാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഈ പിക്ചേഴ്സ് ഓർത്തിരുന്നാൽ മതി, അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പെർമിസീവ് പേരൻറ്റിങ്ങിൽ കുഞ്ഞാണ് അവിടെ ഭരിക്കുന്നത്, കുഞ്ഞാണ് അപ്പനും അമ്മയും വളർത്തുന്നതെന്ന് പറയാം. ഓക്കെ, അവനാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇവിടെ ഹൈ സപ്പോർട്ട്, നല്ല സ്നേഹമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ പ്രശ്നം ഒട്ടും അവനെ ഡിസിപ്ലിൻ ചെയ്യുന്നില്ല, കൊഞ്ചിച്ചു വഷളാക്കി വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തേത് അതോറിറ്റേറിയൻ പേരൻറ്റിങ്. അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞിൻ്റെ വാക്കിന്, കുഞ്ഞിൻ്റെ ഫീലിങ്സിന് യാതൊരു വിലയുമില്ലാതെ അപ്പനും അമ്മയും അടിച്ചമർത്തി വളർത്തുന്ന കുഞ്ഞുങ്ങൾ. ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്തോണം, ഞാൻ പറയുന്ന വഴി തന്നെ നിന്നോണം, ഞാൻ പറഞ്ഞ ഡ്രസ്സ് നീ ഇട്ടോണം. കുഞ്ഞിന് കുഞ്ഞിൻ്റേതായി ചിന്തിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും സമ്മതിക്കാതെ ഇങ്ങനെ പറയാം, ഹിറ്റ്ലർ വളർത്തിയ പൂച്ചക്കുട്ടികളെ പോലത്തേത്. ഹിറ്റ്ലർ വളർത്തിയ അങ്ങനെ ഇരിക്കും, പട്ടാള ചിട്ടയായിരിക്കും. കുഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയും കാണുമ്പോൾ ഭയങ്കര അനുസരണമായിരിക്കും, പേടിച്ചിട്ടാ, ഉള്ളിൽ ചീത്ത വിളിക്കുന്നുണ്ടാവും, പക്ഷേ പട്ടാള ചിട്ടയിൽ ഇങ്ങനെ വളർത്തിയ പിള്ളേർ. ഓക്കെ, അവർക്ക് അവിടെ ചിരിയൊന്നുമില്ല, ഭയങ്കര പട്ടാളച്ചിട്ടയാണ്. ഒരു പക്ഷേ നാട്ടിലുള്ളവർ പറയും അവർ ഈ മക്കളെ നന്നായിട്ടാണ് വളർത്തുന്നത്. 5 മണി എന്നുള്ള സമയമുണ്ടെങ്കിൽ അലാം വെച്ച് എഴുന്നേക്കും, 6 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ കൊച്ച് പ്രാർത്ഥിച്ചിരിക്കും, 7 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ കൊച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും, 8 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ കൊച്ച് സ്കൂളിൽ ചെന്നിരിക്കും, പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കും, ഉറങ്ങേണ്ട സമയത്ത് ഉറന്നിരിക്കും. ഈ കൊച്ചിന് ഇങ്ങനെ വളർത്തിയ പിള്ളേർ അതോറിറ്റേറിയൻ പേരൻറ്റിംഗ് എന്ന് പറയും. അതായത് ഈ കുഞ്ഞിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അടിച്ചമർത്തി വളർത്തിയ, ഹിറ്റ്ലർ വളർത്തിയ പൂച്ചക്കുട്ടികൾ. ഹിറ്റ്ലർ പറഞ്ഞ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു പോണ ആ ടൈപ്പ് പിള്ളേർ. ഇവരുടെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇവർക്ക് പ്രശ്നം ലോ സപ്പോർട്ടാണ്. സ്നേഹം ഉള്ളിൽ ഈ അപ്പൻ്റെ അമ്മയുടെ നിറച്ച് സ്നേഹമായിരിക്കാം കേട്ടോ, സ്നേഹമായിരിക്കാം, പക്ഷേ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല എന്നോട് സ്നേഹമുണ്ടെന്ന്. ഓക്കെ, ചിലർ പറഞ്ഞിട്ടിട്ടില്ല, എൻ്റെ അപ്പനും അമ്മയെ സ്നേഹിച്ചിട്ടില്ല. അപ്പം അമ്മ അപ്പുറത്തിരുന്ന് പറയും, ഇവൻ എൻ്റെ ഹൃദയം തുറന്നു നോക്കിയാൽ ഇവൻ ആ മുഴുവൻ എന്ന് പറയും അല്ലേ. പക്ഷേ ഈ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല അപ്പനും അമ്മയും സ്നേഹിച്ചിരുന്നുവെന്ന്. ഇവർക്ക് ലോ സപ്പോർട്ട്, പേരൻ്റൽ സപ്പോർട്ട്, അവർക്ക് ആ സ്നേഹം കിട്ടുന്നുണ്ടായിരുന്നു എന്നിവർക്ക് മനസ്സിലായിട്ടില്ല, സ്നേഹം കിട്ടിയത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഹൈ കൺട്രോൾ, ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല കാര്യമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഹൈ കൺട്രോൾ, നല്ല ക്യാരക്ടറൊക്കെ ആയിട്ട് ഇവരെ വളർത്തിയെടുക്കും. നാലാമത്തേത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. അതോറിറ്റേറ്റീവ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവചനം പറയുന്ന രീതിയിൽ, ശരിയായ രീതിയിൽ ഈ കുഞ്ഞിനെ വളർത്തുന്നതാണ്. ബാലശിക്ഷ കൊടുത്ത്, പഥ്യോപദേശം കൊടുത്ത് പോറ്റി വളർത്തുന്നു. അതായത് സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കുന്നു, ശാസന കൊടുക്കേണ്ട സമയത്ത് ശാസന കൊടുക്കുന്നു, ഉപദേശം കൊടുക്കേണ്ട സമയത്ത് ഉപദേശം കൊടുക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കണം. അവരെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കണം, അവരുടെ മനസ്സൊന്ന് അറിയാൻ ശ്രമിക്കണം, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണം. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ സാധാരണ സംഭവിക്കാറുള്ളത് എന്താണെന്നറിയാമോ? ഒരു 10-12 വയസ്സ് വരെയൊക്കെ ഈ പെർമിസീവ് പേരൻസിനെ പോലെ സർവ്വ സ്വാതന്ത്ര്യവും വളർത്തി കൊടുത്ത് കുഞ്ഞുങ്ങളെ അങ്ങ് വിടും. അത് കഴിഞ്ഞ് ഒരു കൊച്ചു 13 വയസ്സ് ടീനേജിലോട്ട് കയറുമ്പോൾ ഉടനെ പേരൻസ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ അതോറിറ്റേറിയൻ പേരൻറ്റ് പോലെ ഭയങ്കര ചിട്ടയാക്കാനായിട്ട് ഓൾ ഓഫ് എ സഡൻ ശ്രമിക്കും. അപ്പോൾ കുഞ്ഞാകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോഴാണ് അവർ റിബല്യസ് ആകാനായിട്ട് ശ്രമിക്കുന്നത്. ഈ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്ങിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ശരിയായ സ്നേഹവും ലഭിക്കുന്നു, കുഞ്ഞിന് ശരിയായ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അതുകൊണ്ട് ഹൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട്, സ്നേഹം കിട്ടുന്നുണ്ടെന്ന് കുഞ്ഞിന് നല്ല ഉറപ്പുണ്ട്, ഹൈ കൺട്രോളുമുണ്ട്, നല്ല സ്വഭാവ രൂപീകരണവും ഈ കുഞ്ഞിന് നടക്കുന്നുണ്ട്. ഞാൻ വേഗം ഒന്നും കൂടെ ഒന്ന് ഓർപ്പിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ പറയണം. ഓക്കെ, ഒന്നാമത്തേത് നെഗ്ലെക്ട്ഫുൾ പേരൻറ്റിങ്, അതിൽ ലോ സപ്പോർട്ട്, ലോ കൺട്രോൾ, സ്നേഹവും കുഞ്ഞിന് കിട്ടുന്നതായിട്ട് അറിയുന്നില്ല, സ്വഭാവ രൂപീകരണവുമില്ല. രണ്ടാമത്തേത് പെർമിസീവ് പേരൻറ്റിങ്, സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുന്നത്, ഹൈ സപ്പോർട്ട്, സ്നേഹം കിട്ടുന്നുണ്ടെന്നറിയാം, പക്ഷെ ലോ കൺട്രോൾ, സ്വഭാവ രൂപീകരണം നടത്തുന്നില്ല, കൊഞ്ചിച്ച് വഷളാക്കിയ പിള്ളേർ. മൂന്നാമത്തേത് അതോറിറ്റേറിയൻ പേരൻറ്റിങ്,
ലോ സപ്പോർട്ട്, സ്നേഹം കിട്ടുന്നുണ്ടെന്ന് കുഞ്ഞിന് മനസ്സിലാവുന്നില്ല, പക്ഷെ ഹൈ കൺട്രോൾ ഉണ്ട്. നല്ല സ്വഭാവ രൂപീകരണത്തിന് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഹിറ്റ്ലർ വളർത്തിയ പൂച്ചക്കുട്ടിയെ പോലെ ഇവരിങ്ങനെ പൊക്കോളും. അടുത്തത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്, ദൈവവചനം പറയുന്നത് പോലെ സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കുകയും ഉപദേശം കൊടുക്കേണ്ടടുത്ത് ഉപദേശം കൊടുക്കുകയും ചെയ്ത് ഹൈ സപ്പോർട്ടോടും ഹൈ കൺട്രോളോടും കൂടി നടത്തുന്നതാണ് ഇത്. ഓക്കെ, ഇനി ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാൻ വേണ്ടി ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണ്. ഈ 4 ടൈപ്പ് പേരൻസും ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു കടയിൽ പോയി. ഓക്കെ, അപ്പോൾ ആ കുഞ്ഞ് സാധനങ്ങൾ എടുക്കുമ്പോൾ അവരെ ഓരോരുത്തരും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം, ഓരോ സ്റ്റൈലിലും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കുറച്ചും കൂടെ നന്നായിട്ട്. ഞാൻ കടയുടെ ബില്ലടിക്കുന്ന ആളായിട്ട് ഡാനിയലിനെ ക്ഷണിക്കുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുക കേട്ടോ, ഒത്തിരി ടോയ്സ് ഒക്കെ ഉള്ള കടയാണ്. ഞാൻ അമ്മ, ഇതെൻ്റെ മകള് ആൻ. ഓക്കെ, അവളുമായിട്ട് വന്നിരിക്കുക. നമ്മൾ ഒന്നാമത്തെ പേരൻറ്റിങ്ങിൽ ഞാനൊരു നെഗ്ലെക്റ്റ്ഫുൾ പേരൻ്റാണെന്ന് വിചാരിക്കുക. ഒന്നാമത്തേത് മകളെ ശ്രദ്ധിക്കാത്ത അമ്മ അമ്മയുടെ ലോകത്തും മോള് മോളുടെ ലോകത്തും ആണെങ്കിൽ ഞങ്ങൾ എങ്ങനെയായിരിക്കും ബില്ലിങ്സ് കൗണ്ടറിൽ വരുമ്പോൾ പെരുമാറുന്നതെന്ന് നോക്കുക. ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു, ബില്ലടിക്കാനായിട്ട് വന്നു. ബില്ലടിക്കാം. മോളും എന്തൊക്കെയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ അത് ശ്രദ്ധിക്കുന്നുമില്ല. 5000 rupees. ഓക്കെ, എടുത്തോ. 5000. എന്നാൽ കുഴപ്പമില്ല. ഞാൻ എൻ്റെ പാക്കറ്റും എടുത്തു, മോള് മോളുടെ പാക്കറ്റും എടുത്ത് പോവുകയാണ്. അമ്മ ശ്രദ്ധിക്കുന്നില്ല കുഞ്ഞെന്താ മേടിച്ചത്, ഒന്നും അമ്മ നോക്കുന്നില്ല. ഇത് നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്. ഇനി പെർമിസീവ് പേരൻ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തേത്, ഞാൻ കൊഞ്ചിച്ച് ഈ കുഞ്ഞിനെ വഷളാക്കി വെച്ചേക്കോ, എൻ്റെ ലോകമേ ഈ മോളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സാധനമൊക്കെ ആയിട്ട് വന്നു. അരിയുണ്ട്, പഞ്ചസാരയുണ്ട്. എന്നാ മോളെ ഇതെന്തുവാടാ? ഹൾക്ക്. ഇതുപോലത്തെ ഒരെണ്ണം മോക്ക് വീട്ടിലില്ലേ? എടുത്തോ. 3 ടൈപ്പ് സ്പൈഡർമാൻ. എൻ്റെ മോൾക്ക് എന്ത് നല്ല സെലക്ഷനായിട്ട് എടുക്കാം. ബൈക്കും വേണോ? മോൾക്ക് നല്ല സന്തോഷമായോ? എൻ്റെ കുഞ്ഞിന് എന്ത് വേണം, ഇനിയും വേണമെങ്കിൽ എടുത്തോ. എൻ്റെ മോള് ചിരിച്ചോണ്ടിരുന്നാൽ മതി. എടുത്തോ. ബില്ല് ചെയ്യാൻ കൊടുക്കാം. എത്ര രൂപയായി സാർ? 10,000. അത് കുഴപ്പമില്ല, എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ. ഭയങ്കര ബില്ലിങ്ങാ. ഞാൻ പറഞ്ഞു കൊടുത്ത സംഖ്യ ഒന്നുമല്ല പറഞ്ഞു. നല്ല ബിസിനസ്സുകാരനാ, അവൻ്റെ ടോയ്സാണ്. മൂന്നാമത്തേത് അതോറിറ്റേറിയൻ. ഇതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്, ഹിറ്റ്ലർ വളർത്തിയ പൂച്ചക്കുട്ടികൾ. ഓക്കെ, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. എൻ്റെ മോളോട് അങ്ങനെയൊന്നും ചിരിക്കാറൊന്നുമില്ല. ചിരിച്ചാൽ അവൾ ചിലപ്പം വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല സാധനങ്ങൾ എടുക്കരുതെന്ന്. നോ, ഐ സെഡ് നോ. പോ. 1000. ഓക്കെ, അതോറിറ്റേറിയൻ പേരൻറ്റിങ്. ആ കുഞ്ഞിനോടൊന്നും സംസാരിക്കുന്ന പോലില്ല, ഉപദേശം മാത്രമേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റത്തേത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് ആണെങ്കിൽ, അതായത് സ്നേഹം കൊടുക്കുന്നുണ്ട്, കൺട്രോളും ഉണ്ട്. ഓക്കെ, മോളുടെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞോ? ബില്ല് ചെയ്യാം നമുക്ക്. മോള് കൂടുതൽ സാധനമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഇതെന്തൊക്കെയാ എടുത്തേക്കുന്നേ? 3 ടൈപ്പ് സ്പൈഡർമാൻ. എന്തിനാ മോളെ അത്രയും? ഹൾക്ക്. ഇത് അനങ്ങുന്ന ഹൾക്ക്. ഇത് മോളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് ഒരെണ്ണത്തിന് 100 rupees വരും, ഇതിന് 200. ഈ സ്പൈഡർമാൻ ഓരോന്നിനും 150 rupees വെച്ചാൽ 600 rupees ആവും ഒന്ന് സ്പൈഡർമാൻ എടുക്കുമ്പം.
നമുക്ക് അത്രയ്ക്ക് പൈസയൊന്നുമില്ല എടുക്കുവാനായിട്ട്. അത് തന്നെയല്ല, നമ്മൾ പൈസ വേസ്റ്റ് ആക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷെ കുഞ്ഞിന് കളിക്കുവാൻ വേണ്ടിയിട്ട് അമ്മ ഇതിലേതെങ്കിലും ഒരു ടോയ് എടുക്കാം. നമുക്ക് സ്പൈഡർമാനെ ഇഷ്ടമല്ല, അതിൽ ഒരു ടോയ് എടുത്തോ, ബാക്കി ഇതാണോ എടുക്കുന്നത്? ഓക്കെ, ഇത് മാത്രം എടുക്കാം, ബാക്കി മോൾ ആ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു മോളെ. സർ, ഇത് മാത്രം എത്ര രൂപയായി? 3,000. ഓക്കെ 3,000 റുപ്പീസ്. ബാക്കി ഞാൻ ഒത്തിരി പലചരക്ക് എടുത്തു, അതുകൊണ്ടാണ്. താങ്ക് യു. കാശ് പിന്നീട് എത്തിച്ചേക്കാം. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഏത് ടൈപ്പ് പേരൻറ്റിങ് വേണം നമ്മൾ സ്റ്റൈൽ ഉപയോഗിക്കാനായിട്ട്? അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. നമ്മൾ ഹൈ സപ്പോർട്ടും കൊടുക്കണം, ഹൈ കൺട്രോളും കൊടുക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും കാര്യത്തിന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യകാരണം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അല്ലാണ്ട് വെറുതെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയുകയല്ല. കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുവാനായിട്ട് സമയമെടുക്കണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഈ 4 ടൈപ്പ് പേരൻറ്റിങ് കണ്ടായിരുന്നു. ഈ ടൈപ്പ് പേരൻറ്റിങ്ങിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ എങ്ങനെയായി തീരുമെന്ന് നോക്കാം. റിസൾട്ട്സ് ഓഫ് പേരൻറ്റിങ് സ്റ്റൈൽസ്. ഓരോ മനുഷ്യരും ഒരു പ്രത്യേക വ്യക്തിത്വമുള്ളവരായി തീരുന്നതിന് അവരുടെ ബാല്യകാലവുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഈ പേരൻറ്റിങ് സ്റ്റൈൽസ് അതിലൊരു വലിയ ഭാഗമാണ്. ഈ ഓരോ ടൈപ്പ് പേരൻറ്റിങ്ങിൻ്റെ കീഴിൽ വളർന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാവുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്. അതായത് കുട്ടി തീർത്തും അവഗണിക്കപ്പെട്ട് അവരുടേതായ സ്വന്തം ലോകത്ത് മാതാപിതാക്കൾ പോവുകയും അവരുടെ പ്രശ്നങ്ങളുമായിട്ട് പോയി കുഞ്ഞൊറ്റയ്ക്ക് വളരുകയൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒത്തിരി മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയല്ല ധാരാളം ഉണ്ടായിരിക്കും. സൈക്കോപാത്ത്, ഓക്കെ, ഒരു അബ്നോർമൽ ബിഹേവിയർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മാനസിക നില തെറ്റിയ പോലത്തെ ഒരു അവസ്ഥയിൽ ആകുവാൻ സാധിക്കുന്ന ഒരു നോർമൽ ചൈൽഡിനെ പോലെ ബിഹേവ് ചെയ്യാനായിട്ട് ഈ ടൈപ്പുള്ള കുഞ്ഞുങ്ങൾക്ക് സാധിക്കില്ല. അവർക്ക് ഒത്തിരി റിജക്ഷൻ ഉണ്ടായിരിക്കും, ഒത്തിരി സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. ഇവർക്ക് മനുഷ്യരെ ഫേസ് ചെയ്യാനായിട്ട് മടിയായിരിക്കും, എവിടെയെങ്കിലും ചെല്ലുവാനായിട്ട് പേടിയായിരിക്കും. അബ്നോർമൽ ബിഹേവിയർ, സാധാരണ മനുഷ്യർ ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തികൾ, ഒരു ഇച്ചിരി മെൻ്റൽ പ്രോബ്ലംസ് ഉള്ളവർ ചെയ്യുന്ന പോലത്തെ പ്രവർത്തികൾ ഇങ്ങനത്തെ പേരൻറ്റിങ്ങിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, സാധ്യതകൾ ഏറെയാണ്. അപ്പം നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ്ങിൻ്റെ റിസൾട്ടാണ് സൈക്കോപാത്ത്, അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന പിള്ളേർ. തീർത്തും അവഗണിക്കപ്പെട്ട് വളർന്ന പിള്ളേർ. അവർക്ക് ഭയമായിരിക്കും, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കത്തില്ല, അവർ ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകുന്ന പോലത്തെ ഒരവസ്ഥ, സൈക്കോപാത്ത്. സെക്കൻഡ് ടൈപ്പിൽ പെർമിസീവ് പേരൻറ്റിങ്. ഇങ്ങനെ ലാളിച്ച് വഷളാക്കിയിട്ടുണ്ടെങ്കിൽ സ്പോയിൽഡ് ചൈൽഡ് നിൽക്കുന്നുണ്ടോ അല്ലേ? ഇതുപോലത്തെ നല്ല വഷളായ സ്വഭാവമുള്ള, ഒത്തിരി സ്നേഹമൊക്കെ കൊടുത്ത് വളർത്തിയതാ, പക്ഷേ അപ്പനും അമ്മയും ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല. വളർന്നു വരുമ്പോഴത്തേക്ക് വഷളായി പോകും. ഓക്കെ, ധാരാളം സ്വാതന്ത്ര്യം കൊടുത്ത് കുഞ്ഞിനെ ഒട്ടും കൺട്രോൾ ചെയ്ത് വളർത്താത്ത വീടുകളിലെ കുഞ്ഞുങ്ങൾ അവർ വലുതാവുമ്പോഴത്തേക്ക് ഇവർ ഒരു വഷളായി പോകണം. സ്പോയിൽഡ് ചൈൽഡായിരിക്കും അവർ വലുതായി വരുമ്പോഴത്തേക്ക് വഷളായി പോയൊരവസ്ഥ. അടുത്തത് അതോറിറ്റേറിയൻ പേരൻറ്റിങ്. ഹിറ്റ്ലർ വളർത്തിയതുപോലെ കൂടുതൽ പട്ടാള ചിട്ടയിൽ വളർത്തിയാൽ 2 കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഒന്നാമത്തേത് ഗിൽറ്റി ചൈൽഡ്. എപ്പോഴും ഒരു കുറ്റബോധത്തോടെ ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവില്ല, ഒരു തരം പേടിച്ച് എല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ആകെ ഒരു കുറ്റബോധവും പേറി നടക്കുന്ന പോലത്തെ ഒരു കുഞ്ഞാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, നെക്സ്റ്റ് വൺ, കുറച്ച് നാൾ അതോറിറ്റേറിയൻ്റെ കീഴിൽ അടങ്ങിയിരിക്കും, പക്ഷേ സ്വയം ഒന്ന് നിൽക്കാൻ ത്രാണിയാവുമ്പോൾ തൊട്ടുണ്ടല്ലോ, അപ്പൻ അലറുന്നതിൻ്റെ ഡബിൾ വോളിയം എടുത്തിട്ട് അലറി ബഹളം വെക്കുന്ന റിബല്യസ് ചൈൽഡായിട്ട് മാറും. ഓക്കെ, ഇതിൽ രണ്ടും സംഭവിക്കാം. ചില പിള്ളേർ അങ്ങ് തീരെ ഒതുങ്ങിപ്പോവും ഈ പട്ടാളച്ചിട്ടയെ വളർത്തിക്കഴിഞ്ഞാൽ. രണ്ടാമത്തെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഭയങ്കര റിബല്യസ് ആയി പോകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം. കണ്ടിട്ടില്ലേ, ഭയങ്കര പട്ടാളച്ചിട്ടയെ വളർത്തിയ പിള്ളേർ ഒരു 19 വയസ്സായിട്ട് എവിടെയെങ്കിലും ഒന്ന് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ അപ്പനെ അമ്മയെ വക വയ്ക്കാതെ അവർ
പൂർണ്ണ സ്വാതന്ത്ര്യം എടുത്ത് അങ്ങ് നടക്കുന്നത്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു റീസണാണ്. ഓക്കെ, എന്താ കൂടുതലായിട്ട് അവർ അടിച്ചമർത്തപ്പെട്ടത് കാരണം അവരുടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കാഞ്ഞതുകൊണ്ട് ഒന്നുകിൽ അവർ ഭയങ്കര ഒതുങ്ങിപ്പോകും, ഇല്ലെങ്കിൽ ഒരു റിബല്യസ് ആയിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് നല്ല നിലത്ത് വീണ വിത്ത് പോലെയാണ്. അത് നല്ല സ്നേഹവും നല്ല ഉപദേശവും പത്യോപദേശവും കൊടുത്ത് നിങ്ങൾ വളർത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കും ദൈവിക സ്വഭാവമുള്ള ഗോഡ്ലി ചൈൽഡ്. നല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകും. അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ കരുതണം, അവർക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ ഉണ്ടാക്കി വെക്കണം, നല്ല സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം, നല്ല വസ്ത്രങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞു ഉണ്ടായ ദിവസം മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് കിഡ്സ്. കുഞ്ഞുങ്ങളുമായി ആശയവിനിമയം നടത്തണം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നമ്മൾ അടുത്ത് ചെല്ലുമ്പം ചക്കരക്കുട്ട സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ മോണയിൽ പല്ലില്ലാത്ത മോണയൊക്കെ കാണിച്ച് ചിരിക്കാറില്ലേ, നമ്മളുമായിട്ട് ആശയവിനിമയം നടത്താറില്ലേ എന്ന് പറഞ്ഞ പോലെ അന്ന് തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഹെൽത്തി ആയിട്ട് വളരേണ്ടതിന് നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവരുമൊന്ന് നമ്മൾ സമയം ചെലവഴിക്കണം, അവരോട് നമ്മൾ സംസാരിക്കണം, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയണം, സ്കൂളിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണം, അയലോക്കത്ത് കളിക്കാൻ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിലൊക്കെ നമ്മൾ സംസാരിച്ചാലേ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് വളരെ ദുഃഖകരമായ കാര്യം, എല്ലാവരും വളരെ ബിസിയാണ്. മാതാപിതാക്കൾ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ജോലിയില്ലേ, അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ കുറേ സമയമൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അവരിങ്ങനെ എക്സ്ക്യൂസ് പറയാറുണ്ട്. കുറേ സമയം, ക്വാണ്ടിറ്റി ഓഫ് ടൈം ഒന്നും അല്ല ഇമ്പോർട്ടൻറ്റ്, കുറച്ച് സമയമുള്ളെങ്കിലും അത് നന്നായിട്ട് ചെയ്താൽ മതി. ഓക്കെ, 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഞ്ഞിൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ക്വാളിറ്റി ഓഫ് ടൈമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും അല്ല, ഏത് ബന്ധത്തിലും അത് തെറ്റായിട്ടുള്ള കാര്യമെന്ന് ഞാൻ പറയും. അടുത്തത് നോക്കാം. Both quality and quantity of time that we spend with our kids is important. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളതും അത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും ഒന്നിന് പകരമാവുകയില്ല. നിങ്ങൾ കുഞ്ഞിൻ്റെ കൂടെ ചെലവഴിക്കേണ്ട സമയം അത്രയും ചെലവഴിക്കണം, അത് നന്നായി ചെലവഴിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ചിലർ പറയാറുണ്ട് കുഞ്ഞുങ്ങൾ ചെറുതല്ലേ, അവർക്ക് ഇത്ര പറയാനായിട്ട് എന്താ കാര്യങ്ങളുള്ളതെന്ന്. അത് വെറും തെറ്റിദ്ധാരണയാണ്. നമ്മൾ വലിയവർക്ക് സംസാരിക്കാനുള്ളത് പോലെ തന്നെ അവരുടെ ഉള്ളിലും കൊച്ചു കൊച്ചു ദുഃഖങ്ങളുണ്ടാകും, കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ടാകും, കൊച്ചു കൊച്ചു പരിഭ്രമങ്ങളുണ്ടാകും. അവർക്കൊരു പരീക്ഷ ആകുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടാവും എന്നറിയാമോ? അവർക്ക് അത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെക്കണം എന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമായിട്ട് സമയം ചെലവഴിച്ചില്ലെങ്കിൽ ആ കുഞ്ഞിന് അത് പങ്കുവെക്കുവാൻ ആളില്ലാതെ ഒറ്റയ്ക്കായ പോലത്തെ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞ് ആയി പോകുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് ദൈവിക മാതാപിതാക്കൾ ഓർത്തിരിക്കേണ്ട കാര്യം, ദൈവം പോലും നമ്മൾ ദൈവവുമൊത്ത് സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ആയിട്ട് നമ്മൾ ചെലവഴിക്കേണ്ടത് ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സമയം ഇതുപോലെ ലഭിക്കാത്ത, കുഞ്ഞുമായിട്ട് സംസാരിക്കുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സമയം കണ്ടെത്താത്ത ഇന്നത്തെ മോഡേൺ പേരൻസ് ഇതിന് കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കണ്ടുവച്ചിട്ടുണ്ട്. സമയമൊന്നും ചെലവഴിക്കാൻ ഞങ്ങൾക്കില്ല, പക്ഷേ കുഞ്ഞിന് വേറെ ചില കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കാം, അപ്പം അവൻ സന്തോഷമായിട്ടിരുന്നോളും എന്നാണ് ഇവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതിന് 3 മെത്തേഡ്സാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയാത്ത പേരൻസ് 3 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ധാരാളം സമ്മാനങ്ങൾ മേടിച്ചു കൊണ്ടെടുക്കും. കുഞ്ഞിന് അവിടെ പോകുമ്പോഴോയ് ഇവിടെ പോകുമ്പോഴോയ് അതെല്ലാം കുഞ്ഞിന് വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഇഷ്ടം പോലെ സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കും. ഓക്കെ, എന്തിനാണെന്നറിയാമോ? ഞാൻ ഇവൻ്റെ കൂടെ സമയമൊന്നും ചിലവഴിക്കുന്നില്ല, ആ കുറ്റബോധം ഒന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ഗിഫ്റ്റുകൾ ചെലവഴിക്കേണ്ട സമയത്തിന് പകരമായിട്ട് കൊടുത്താൽ അത് തെറ്റാകുന്നു. ഓക്കെ, ചിലർ ചിന്തിക്കുന്നത് അവൻ്റെ അക്കൗണ്ടിൽ കുറേ പൈസ ഗിഫ്റ്റ് പോലെ ഇട്ട് കൊടുത്താൽ കുഞ്ഞിന് സന്തോഷമാകുന്നു എന്ന്. മാതാപിതാക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക, കുഞ്ഞുങ്ങൾ വലുതാകുമ്പം നന്ദിയോടെ ഓർത്തിരിക്കുന്നത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത കാശും നിങ്ങൾ ഉണ്ടാക്കി വെച്ചതും ഒന്നുമല്ല.
നിങ്ങൾ അവരുടെ കൂടെ ചിലവഴിച്ച നല്ല നിമിഷങ്ങളുണ്ടല്ലോ. നമ്മുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മുടെ അപ്പനെ അമ്മയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലും എന്താണ് അവരുമായിട്ട് ഒരുമിച്ച് ചിലവഴിച്ച, ഇല്ലെങ്കിൽ ആ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ചു കൊച്ചു നിമിഷങ്ങളിലെ അതായിരിക്കും ഏറ്റവും വാല്യുബിൾ ആവുന്നത്. അപ്പോൾ ഗിഫ്റ്റ്സ് കൊടുത്ത് കമ്മ്യൂണിക്കേഷന് പകരം നിർത്തുവാൻ ശ്രമിക്കരുത്. രണ്ടാമത് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അൺലിമിറ്റഡ് ഫ്രീഡം. ഇവർക്ക് കുറ്റബോധം, എൻ്റെ മക്കളുടെ കൂടെ ഞാൻ അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, കുഞ്ഞിന് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം. ആ കുഞ്ഞിൻ്റെ മുറിയൊന്ന് നോക്കിക്കേ, അവന് തോന്നിയ പോലെ മുറി വലിച്ചിട്ടു, അതെല്ലാം വലിച്ചു വാരിയിട്ടു, അത് നശിപ്പിച്ചു, ഇത് നശിപ്പിച്ചു, അത് പെയിൻറ്റ് ചെയ്ത് വെച്ച്, ഭിത്തിയെ പെയിൻ്റ് അടിച്ചു വെച്ചു. അപ്പനും അമ്മയും ഒന്നും പറയത്തില്ല. കാരണം അപ്പൻ്റെ അമ്മയുടെ ഉള്ളിൽ ഒരു കുറ്റബോധം, അയ്യോ ഞങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല, അവൻ ഇഷ്ടമുള്ള പോലെ അവൻ സന്തോഷമായിട്ട് നടന്നോട്ടെ എന്ന് ചിന്തിച്ച് ഈ അൺലിമിറ്റഡ് ഫ്രീഡം കൊടുത്തിട്ട് കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. മൂന്നാമത് ഇവരെന്താ ചെയ്യുന്നറിയാമോ? മോഡേൺ പേരൻസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അൺകൺട്രോൾഡ് മീഡിയ എക്സ്പോഷർ. എനിക്ക് നിറച്ച് പണിയുണ്ട്, എനിക്ക് ഓഫീസിലെ പണിയുണ്ട്, അടുക്കളയിലെ പണിയുണ്ട്, എൻ്റെ കെട്ടിയോനും അതുപോലെ തന്നെ പണിയുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് അങ്ങ് TV ഓൺ ചെയ്ത് കൊടുത്തേക്കാം, അവൻ അവിടെ ഇരുന്ന് കണ്ടോട്ടെ. എത്ര നേരം 3-4 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിന് TV കാണുന്ന 4 വയസ്സും 5 വയസ്സുള്ള പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ അൺകൺട്രോൾ മീഡിയ എക്സ്പോഷർ. എന്താ റീസൺ എന്താണെന്നറിയാമോ? അപ്പനും അമ്മയ്ക്കും ഞാൻ ദിവസേന നടക്കുന്ന കാര്യം ഈ പറയുന്നത്. അൺകൺട്രോൾ മീഡിയ എക്സ്പോഷർ. വേണമെങ്കിൽ ഏറ്റവും വില കൂടിയ മൊബൈലും കൊച്ചിന് കളിക്കാൻ കൊടുക്കും, ടാബോ എന്ത് സാധനമൊക്കെ, ഐഫോൺ, അതെല്ലാം കളിക്കാൻ കുഞ്ഞിന് കൊടുത്തേക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കുഞ്ഞ് അവർ നോക്കുമ്പോൾ കുഞ്ഞ് നല്ല സന്തോഷമായിട്ട് കളിക്കുക. അപ്പോൾ അവർക്കൊരു ആശ്വാസം, ഓ ഞാൻ സമയം കൂടെ ഇരുന്നില്ലെങ്കിലും കുഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത. അപ്പോൾ എന്തൊക്കെ ഇവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ്? മോഡേൺ പേരൻസ് ഗിഫ്റ്റ്സ് മേടിച്ചു കൊടുക്കും, ഒത്തിരി സ്വാതന്ത്ര്യം കൊടുക്കും, പിന്നെ അൺലിമിറ്റഡ് ഫ്രീഡം, അൺകൺട്രോൾഡ് മീഡിയ എക്സ്പോഷർ. ഇഷ്ടം പോലെ നിനക്ക് ഇഷ്ടമുള്ള TV കണ്ടോ, ഇഷ്ടമുള്ള TV പ്രോഗ്രാംസ് കണ്ടോ, ഇഷ്ടം പോലെ നീ നെറ്റ് ഉപയോഗിച്ചോ, ഇങ്ങനെ കുഞ്ഞിന് കൊടുത്ത് അവരുടെ കുറ്റബോധം കുറയ്ക്കാൻ ശ്രമിക്കും, വർത്തമാനം പറയുന്നതിന് പകരമായിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ, ശരിയായ ആശയവിനിമയം നടക്കുന്നില്ലെങ്കിൽ, കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ജീവിച്ച പോലത്തെ ഒരു 5 വർഷം മുമ്പിലത്തെ പോലത്തെ ഒരു ലോകത്തല്ല നമ്മുടെ കുഞ്ഞ് ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശാല കൊച്ചി, മെട്രോ കൊച്ചി ഒത്തിരി മാറിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പുറത്തൊരു സ്കൂളിൽ പോകുന്നുണ്ട്, അവർക്ക് അവരുടെ ഫ്രണ്ട്സ് സർക്കിളുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതിലും അവർ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ലോകത്തെ. നമ്മൾ ശരിയായി മനസ്സിലാക്കിയില്ല നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുവാൻ, അവർ ചതിക്കുഴികളിൽ ചെന്ന് വീടുവാൻ വളരെ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ ലോകത്ത്, ഞാൻ ഏറ്റവും ചുരുക്കി പറയാം, ഇന്നത്തെ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ അവൈറ്റ് ചെയ്തിരിക്കുന്ന, കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന കുറച്ച് ചതിക്കുഴികളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാം. കുഞ്ഞുങ്ങളും ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവർ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് റോങ് വാല്യൂ സിസ്റ്റംസ്. ഓക്കെ, ഇവർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള റോങ് വാല്യൂ സിസ്റ്റംസ്. നമ്മൾ കുഞ്ഞുങ്ങളെ, നമ്മുടെ മനസ്സിലും കുറേ നല്ല തത്വങ്ങളും വാല്യൂസും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിച്ചെല്ലുന്ന ലോകം ഒത്തിരി വ്യത്യസ്തമാണ്. പത്രത്തിൽ വായിക്കുന്നതിലൂടെ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ അവിടെ കാണുന്ന ലോകത്തിൽ എന്താ, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പുതുതലമുറ. ഒരു ദിവസം ഒരു അമ്മ ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നല്ല വലിയൊരു കൊച്ചായിരുന്നു, അവൻ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീട് അത് മേടിക്കുവാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരനായ പയ്യൻ കഞ്ചാവ് വിൽക്കാൻ തുടങ്ങി, പോലീസ് പിടിച്ചു. എത്ര വേദനാജനകമായ ഒരവസ്ഥയാണെന്നറിയാമോ? വേറെ എങ്ങുമല്ല, നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന ഈ പട്ടണത്തിൽ നടക്കുന്ന കാര്യമാണ്. സോ റോങ് വാല്യൂ സിസ്റ്റം, പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ അവരുടെ ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കണം. പബ് കൾച്ചർ, ഇതൊക്കെ ഇവിടെ കൊച്ചിയിൽ ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിതെറ്റിപ്പോകുവാൻ സാധ്യതകൾ ഒത്തിരിയുണ്ട്. റീസെൻ്റായിട്ട് നമ്മൾ പത്രത്തിൽ കൊക്കൈൻ കേസൊക്കെ പിടിച്ചപ്പോഴാണ് കൊച്ചിയിൽ നടക്കുന്ന സ്മോക്ക് പാർട്ടീസിനെ കുറിച്ചൊക്കെ അറിഞ്ഞതല്ലേ. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ഫ്രണ്ട്സിലൂടെ, ഇല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ളവരിലൂടെയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയുവാൻ സാധ്യതയുണ്ട്. നിങ്ങളും ഇതിനെക്കുറിച്ച് അവെയറായിട്ട് കുഞ്ഞുങ്ങളോട് ശരിയായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വഴിതെറ്റിപ്പോകാൻ സാധ്യത ഏറെയാണ്.
കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. കുഞ്ഞുങ്ങളോട് നിങ്ങൾ തന്നെ സംസാരിക്കണം. അതിന് അവാന ടീച്ചറോ സൺഡേ സ്കൂൾ ടീച്ചറോ പകരമാവത്തില്ല. അവരും ഒരു പ്രധാന റോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് അവരോട് സംസാരിക്കണം. റോങ് വാല്യൂ സിസ്റ്റം ഉള്ള ഒരു ലോകത്തിലേക്കാണ് അവർ പോകുന്നത്. നമ്മൾ വിവാഹത്തെയൊക്കെ പവിത്രമായിട്ട് കണ്ടിരുന്ന ഒരു തലമുറയായിരുന്നു. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഇന്ന് വിവാഹം കഴിക്കാതെ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുന്നു. കൊച്ചിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുരുഷനും വിവാഹം കഴിക്കുന്നു, സ്ത്രീയും വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ണടച്ച് കളയേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും പേരൻസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കുകയും കുഞ്ഞുങ്ങളെ അവെയർ ആക്കുകയും ഇതിൽ പെടാതിരിക്കുവാൻ അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതാണ്. രണ്ടാമത്, പീഡനം. നമ്മുടെ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച് ഫേമസ് ആയൊരു വേർഡാണ്. പക്ഷേ പീഡനങ്ങൾ പല വിധത്തിൽ നടക്കാം. ഒന്നാമതായിട്ട്, കുഞ്ഞുങ്ങളെ ബഹുമാനിക്കാൻ അറിയാത്തൊരു ലോകമാണ് ഇന്നത്തെ ലോകം. കാരണം എന്താണെന്നറിയാം, പിശാചിനറിയാം ഒരു കുഞ്ഞിനെ നശിപ്പിച്ചാൽ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിലും എളുപ്പമാണ്. കാരണം ഒരു ഫുൾ ലൈഫ് അവനെ നശിപ്പിച്ച് കളയാം. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കൊച്ചു ഹൃദയത്തെ മുറിപ്പെടുത്താനും അതിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാനും പിശാച് ശ്രമിക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര മുറിവേറ്റപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിലും, എങ്ങനെയൊക്കെ നിങ്ങൾ തകർന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല എൻ്റെ സ്വഭാവം മാറാമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, എല്ലാത്തിനെയും മാറ്റി ക്രിസ്തുവിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഹല്ലേലൂയ. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തെ വരുത്തുവാൻ സാധിക്കും. എന്നാൽ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വെർബൽ അബ്യൂസുകൾ, കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള വാക്കുകൾ കേൾക്കുവാൻ ഒത്തിരി സാധ്യതകൾ അവർക്ക് ചുറ്റുമുണ്ട്. വേദനിപ്പിക്കുന്ന കാര്യം പുറത്തു നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ വീടിൻ്റെ അകത്തു നിന്ന് തന്നെ നീ കൊള്ളാത്തവനാണ്, നീ രക്ഷപ്പെടത്തില്ല, നീ മതബുദ്ധിയാണ്, പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള കുഞ്ഞുങ്ങളോടുള്ള ശാപവാക്കുകൾ ബന്ധുക്കളിൽ നിന്നാണെങ്കിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് ടീച്ചേഴ്സിൻ്റെ അടുക്കൽ നിന്നോ അല്ലെങ്കിൽ അവരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആളുടെ അടുക്കൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഇങ്ങനത്തെ വെർബൽ അബ്യൂസ്, വാക്കുകൾ കൊണ്ട് മുറിവേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ അത് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എങ്ങനെ അറിയും? കുഞ്ഞിനുമായിട്ട് ദിവസവുമുള്ള കാര്യങ്ങൾ സംസാരിച്ചെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന് എങ്ങനത്തെങ്കിലും വേർബൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തുള്ളൂ. സംസാരിക്കണം കുഞ്ഞുമായിട്ട്. ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് അതിൻ്റെ ഹൃദയത്തിൽ അത് മുറിവിങ്ങനെ സൂക്ഷിച്ച് അത് പഴുത്ത് വഷളാകുവാൻ ഇടയാകും. അടുത്തത്, ഫിസിക്കൽ അബ്യൂസ്. ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് മാതാവും പിതാവും കണ്ണ് തുറന്ന് വാച്ച് ചെയ്യണം. അത് ഓക്കെ. നമ്മളുടെ പുറം ലോകം അത്ര സേഫ് ഒന്നുമല്ല. വെർബൽ അബ്യൂസ് പോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്. നിങ്ങളുടെ കുഞ്ഞിനെ ആരെങ്കിലും ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്, ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടത് ഓരോ പേരൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. മൂന്നാമതായിട്ട്, സെക്ഷൽ അബ്യൂസ്. ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട്. ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നിങ്ങളുടെ മക്കളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കണം. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കാതെ അവരെ ആരെങ്കിലും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് ആ കുഞ്ഞുങ്ങൾ സ്വയമേ വന്ന് പറയത്തില്ല. നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ ആ കുഞ്ഞ് ഓപ്പണായിട്ട് പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്നറിയാമോ? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ അബ്യൂസിൽ പെട്ടുപോയിട്ടുള്ള ഒരു കൊച്ചു ബാല്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തികച്ചും വൈകല്യമുള്ള ഒരു വ്യക്തിത്വമായിട്ട് വളർന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കൊച്ചിലെ തന്നെ അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറകളെല്ലാം മാറ്റിക്കളയുവാൻ പൂർണ്ണമായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിന് പരിഹരിക്കുവാൻ പറ്റാത്ത ഒന്നുമില്ല. പക്ഷേ പേരൻസ് ഈ ഏരിയാസിലെല്ലാം കെയർഫുള്ളായിരിക്കണം. അടുത്തതായിട്ട് കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത് ഡ്രഗ്സ്. കഞ്ചാവിൻ്റെ സ്വന്തം കൊച്ചി എന്ന് പറഞ്ഞ തലക്കെട്ടിൽ മെട്രോ മനോരമ കാണുവാനായിട്ടിടയായി. ഇത് ഡ്രഗ്സ് നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ കള്ളും സിഗരറ്റും ഒക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടംപോലെ ലേറ്റസ്റ്റ് സാധനങ്ങൾ, എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. എന്തായാലും കുഞ്ഞുങ്ങളെ ഇങ്ങനത്തെ ചതിക്കുഴികളുണ്ട്. ഞങ്ങൾ അവാനയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അബ്യൂസുകൾക്കെതിരായിട്ടും ഡ്രഗ്സിനെതിരായിട്ടൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ വർഷം ഫോളോ ചെയ്യുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റെഗുലറായിട്ട് അവാനയിൽ വിടുവാനായിട്ട് ശ്രമിക്കുക. മാതാപിതാക്കളും വന്ന് അത് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു തരാം. ഡ്രഗ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്തത്, റോങ് മെസ്സേജ് ഫ്രം മീഡിയ. മീഡിയ തെറ്റാണെന്ന് ഞങ്ങൾ പറയില്ല. കാരണം
സാംസ്റ്റാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വിഷ്വൽ മീഡിയ, ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മീഡിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ TV കാണുന്നവരാണ്, ഞങ്ങൾ മൂവി കാണുന്നവരാണ്. പക്ഷേ നല്ല മെസ്സേജുകൾ വരുന്നതിലും കൂടുതലായിട്ട് ഇന്ന് മീഡിയയിൽ കൂടെ വരുന്നത് റോങ് മെസ്സേജ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് നല്ല മൂല്യബോധമുള്ള നല്ല വിശ്വാസികൾ അവർ മീഡിയയിൽ പ്രൊഡക്ഷൻ സൈഡിലോട്ടൊക്കെ ഇറങ്ങണമെന്ന് ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, അതെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്യുന്ന TV പ്രോഗ്രാം എന്താണെങ്കിലും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. റിമോട്ട് ചുമ്മാ കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുത്തേച്ച് ആ കൊച്ച് എന്തൊക്കെ ചാനലാണ് കാണുന്നത്, ഏതൊക്കെ പ്രോഗ്രാമാണ് കാണുന്നതെന്ന് ശ്രദ്ധിക്കാതിരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞ് ഏത് TV-യിലും ഏത് ചാനൽ, ഇപ്പോൾ കാർട്ടൂൺ ചാനലാണേലും അല്ലാത്ത ചാനലാണെങ്കിലും ഏതൊക്കെ പ്രോഗ്രാമാണ് കാണുന്നതെന്ന് മാതാപിതാക്കൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്യുന്ന പ്രോഗ്രാംസ് അവരുടെ കൂടെ ഇരുന്നൊന്ന് കാണാൻ ശ്രമിക്കണം. തെറ്റായ മെസ്സേജാണ് ആ മീഡിയയിൽ കൂടെ വരുന്നതെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ കുഞ്ഞിനെ, നേരത്തെ നമ്മൾ കണ്ടില്ല അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് ചെയ്യുന്ന പോലെ അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചില മാതാപിതാക്കൾ ചിന്തിക്കുന്നതും സിനിമ കാണുന്ന തെറ്റ്, അതുകൊണ്ട് കാർട്ടൂൺസ് കണ്ടോളാൻ പറയും അല്ലേ. കാർട്ടൂൺ ഇഷ്ടം പോലെ ഇട്ടങ്ങ് കൊടുത്തേക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊച്ചു TVയും കാർട്ടൂൺ നെറ്റ്വർക്കും ഇട്ടങ്ങ് കൊടുത്തേക്കും പോകുകയും. പക്ഷേ ഇന്ന് ഒരു സർവേ കാണിക്കുന്നത് ഫിലിംസിൽ കൂടെ വരുന്നതിനേക്കാളും തെറ്റായ മെസ്സേജുകൾ കാർട്ടൂണിൽ കൂടെ വരുന്നു എന്നുള്ളതാണ് സത്യം. ചില കാർട്ടൂൺസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് കാണാൻ കൊള്ളാവുന്ന നല്ലത് എന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞ ഇതാണ്. ഡോറ, ടോം ആൻഡ് ജെറി, വേർഡ് ഗെയിം, ഇതൊക്കെ നല്ല നല്ല മെസ്സേജൊക്കെ തരുന്നതാണ്. ഓക്കെ, ടോം ആൻഡ് ജെറി ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പിടിക്കുമെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത കാർട്ടൂൺസാണ് കാണാൻ കൊള്ളാവുന്നത്. എന്നാൽ വേറെ ചില കാർട്ടൂൺസ് കണ്ടു. ജാക്കി ചാൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തൊഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന അവിടെ വീട്ടിലുള്ള സാധനം എല്ലാം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക. ജാക്കി ചാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടോ? അടുത്തത് ബെൻറ്റൻ. നമ്മൾ പള്ളി പഠിപ്പിക്കും യേശുവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടുമെന്ന്. കുഞ്ഞുങ്ങൾ പറയും ബെൻറ്റൻ വാങ്ങിച്ചതാ മമ്മിന്ന്. ബെൻറ്റൻ വാച്ചിൻ്റെ സംഭവം എന്നാണെന്നറിയാമോ? ഒരു വാച്ചെ നോക്കിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് സാധിക്കും. കുറേ നാൾ ബെൻറ്റൻ കഴിച്ച് കൊച്ചു പറയും യേശുവിനേക്കാളും നല്ലത് ബെൻറ്റനാണ്, ബെൻറ്റൻ എനിക്ക് ചോദിക്കുന്നതെല്ലാം തരുമെന്ന്. കുഞ്ഞിൻ്റെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് കയറാനിടയാവരുത്. റോൾ നമ്പർ 21 പോക്കിമോൻ. ഈ പുള്ളിയാണ് നോക്കിയ ഹഡ്ഡി മേര ബഡ്ഡി. എൻ്റെ കൂട്ടുകാരൻ ഹഡ്ഡി, നല്ലൊരു ഇതിന് മലയാളം നല്ലൊരു സ്കെൽട്ടൺ രൂപം, അതിനെന്താ പറയുന്നത് സംശയം? സ്കെൽട്ടൺ. ഒരു അസ്ഥികൂടമുണ്ട്. എൻ്റെ കൂട്ടുകാരൻ അസ്ഥികൂടത്തിന് പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നിൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ നടന്നോളാം, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം, പക്ഷേ ദൈവം എന്ന് മാത്രം പറയരുത്. ആ കാർട്ടൂണിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹഡ്ഡി പറയുന്ന കാര്യമാണ്, ദൈവം എന്ന് പറയരുത്, ദൈവത്തെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ കുഞ്ഞ് ഇത് കണ്ടിട്ട് പറയും ഹഡ്ഡിയാണ് യേശുവിനേക്കാളും നല്ല സ്നേഹിതൻ. നമ്മൾക്ക് കുറച്ച് പ്രായമായി വിവേകമൊക്കെ ആർക്കാണെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇതങ്ങനെ തന്നെ ഫീഡ് ചെയ്യുകയാണ്. കൊച്ചു TV-യിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു മൂവിയുണ്ട്, ഭൂതങ്ങൾ. ജാക്കി ഷ്രോഫ് അഭിനയിച്ചാന്ന് തോന്നുന്നു. ഭൂതങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെക്കുറിച്ച് മാത്രം എന്നോട് പറയരുത് അല്ലേ ആദിത്യ? കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. ഓക്കെ, ഭൂതങ്ങൾ പറയും, ഭൂതങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വരാം, ദൈവത്തെക്കുറിച്ച് മാത്രം ഭൂതങ്ങളിന് പറയുന്നത് ഇഷ്ടമല്ല. പിന്നെ ഓം ക്രീം ചാത്തൻ. നമ്മൾ പറയും പിശാച് നമ്മുടെ ശത്രുവാണ്, നമ്മൾ ശത്രുവിനോട് എതിർത്ത് നിൽക്കണം. സഭയിൽ പ്രസംഗം കേട്ടിട്ട് പോവാം. ഒരു കൊച്ച അമ്മയോട് എന്നിട്ട് പറഞ്ഞു, വിശ്വാസി കൊച്ച, അമ്മേ ഈ ഓം ക്രീം ചാത്തനിലെ ചാത്തനില്ലേ, നമ്മൾ വിചാരിക്കുന്നല്ല അത്ര ചീത്തയല്ല, നമ്മുടെ ഫ്രണ്ടാ, ഒത്തിരി സഹായമൊക്കെ നമുക്ക് ചെയ്തു തരുന്ന ചാത്തന. നമ്മൾക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ടിട്ട് അവരുടെ മനസ്സിൽ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കാർട്ടൂണൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ട് അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഓൾ ഓഫ് എ സഡൻ റോണാൻഡി പ്രസംഗിച്ചു കാർട്ടൂൺ നെറ്റ്വർക്കിൽ പിശാചിൻ്റെ കാര്യങ്ങളൊക്കെ കാർട്ടൂൺ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് കാർട്ടൂൺ നിർത്തുക, അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. നിങ്ങളും കൂടെ നോക്കിയിട്ട് അതിൽ നല്ലതേതാണോ അത് കാണിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി സിനിമകളുടെ കാര്യം എടുത്താലും നല്ല നല്ല മൂവീസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ നല്ല മൂവീസ് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് കാണാറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളാണ് നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, കിളി പോയി, ഇടുക്കി ഗോൾഡ്, ഈ 3 സിനിമകൾ. അത് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യം, ഇത് വാച്ച് ചെയ്ത കുഞ്ഞുങ്ങൾക്ക്, യുവാക്കൾക്ക് കൂടുതൽ ഈ കഞ്ചാവിലോട്ടൊക്കെ പോകുവാനൊരു പ്രേരകമായ എന്നാണ് ആ ഓഫീസർ പറയുവാനായിട്ടിടയായത്. ഇങ്ങനത്തെ നെഗറ്റീവ് മെസ്സേജുകൾ തരുന്ന മൂവീസ് കുഞ്ഞുങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, സ്റ്റീവെ, കിളിപോയിക്ക് എന്ത് സർട്ടിഫിക്കറ്റ് എന്നാണ് പറഞ്ഞത്? സ്റ്റോണർ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റിനേക്കാളും വലിയ സർട്ടിഫിക്കറ്റ്. പക്ഷേ ആ കിളി പോയി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ കിളി പോയതല്ലേ, കൊച്ചു കണ്ടോട്ടെ നമ്മൾ വിചാരിക്കും. പക്ഷേ സാധനം വേറെയാ. ഓക്കെ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത ആൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ കഞ്ചാവ് അടിച്ചിട്ട് പുള്ളിയോട് ദൈവം പറഞ്ഞെന്നാണ് പറഞ്ഞത്, 7 മാരകമായ പാപങ്ങൾ നീ ചെയ്യണം, ഒരു പെണ്ണിനെ അവിടെ കൊല്ലാൻ നോക്കി. അങ്ങനത്തെ ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു മൂവിയായത് നീലാകാശം, പച്ചക്കടൽ. നമ്മൾ മനസ്സിലാക്കണം, ഇത് പ്രൊഡ്യൂസർ ആരാ, ഇതൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ. മൂവീസ് കാണാൻ ഇന്ന് നല്ല മെത്തേഡുണ്ട്. നിങ്ങൾക്ക് നല്ല റിവ്യൂസ് ഫേസ്ബുക്കിൽ കിട്ടും, പേപ്പറിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നല്ല മൂവീസ് കാണിക്കാൻ ശ്രമിക്കുക. അതേസമയം തെറ്റായ മെസ്സേജ് കൊടുക്കുന്നതെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് അത് കാണാതിരിക്കാൻ അതിൻ്റെ കാരണസഹിതം പറഞ്ഞു കൊടുക്കണം. അത് കാണരുത്, അത് കാണരുത്, ഇത് കാണരുതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, ഇത് കണ്ടാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ളൊരു വിവേകം മാതാപിതാക്കൾ കാണിക്കണം. ഓക്കെ, ഇനി ഈ കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ സാധനങ്ങൾ, കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഗോസ്റ്റുകൾ പോലത്തെ സാധനങ്ങൾ. നിങ്ങളൊരു ടോയ് ഷോപ്പിൽ ചെന്നാൽ അങ്ങനത്തെ ഇതിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാം, ബനിയനിൽ, ടീഷർട്ടിൽ, അതുപോലെ ഷൂസിൽ എല്ലാം ഇതിൻ്റെ ഈ സിമ്പിൾസ് ഉള്ള നല്ല കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ അല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത് മേടിച്ചു കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹീറോ കർത്താവാക്കി നിങ്ങൾ വളർത്തുവാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ടെക്നോളജി ഡെവലപ്മെൻറ്റ്. കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്നതിൽ ഒരു അപകടമാണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷേ ഇന്ന് കുഞ്ഞു വരെ 4 വയസ്സായ കുഞ്ഞിനും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ അറിയാം. പക്ഷേ ഇവിടുത്തെ അപകടം, അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട പ്രായത്തിന് മുമ്പ് അറിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഓക്കെ, പോണോഗ്രാഫിക് സൈറ്റ്സ് ഇതൊക്കെ പെട്ടെന്ന് ആക്സസ് കിട്ടും പിള്ളേർക്ക്. അവരത് കാണുവാനിടയായി തെറ്റായ വഴികളിലോട്ട് പോകുവാനായിട്ട് ഇടവരരുത്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷേ അതിലെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സൂപ്പർവിഷനിൽ മാത്രം ഇങ്ങനത്തെ ടെക്നോളജി സാധനങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് അനുവദിക്കുക. ഞാൻ കുറച്ച് ഡേഞ്ചേഴ്സാണ് പറഞ്ഞു തന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു അപകടങ്ങൾ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വിശാല കൊച്ചിയിലുള്ള അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു അരുൺ. റോങ് വാല്യൂ സിസ്റ്റംസ്. അടുത്തത് വെർബൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഡ്രഗ്സ്, റോങ് മെസ്സേജ് ഫ്രം മീഡിയ, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോപ്പറായിട്ട് കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. നിങ്ങൾ കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു പേരൻ്റ് ആണെന്ന് വിചാരിക്കുക. ഈ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു അപകടകരമായിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞ് പെട്ടുപോയെന്ന് വിചാരിക്കുക. ആ കുഞ്ഞ് നിങ്ങളോട് അത് പറയുവാൻ ശ്രമിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ശരിയായ മാതാപിതാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് വന്നിട്ട് ആ കാര്യം നമ്മളോട് പറയും. ഓക്കെ, എനിക്ക് 2 മക്കളാണ് ഉള്ളത്, ആനും സ്റ്റീവും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് ഡയറക്റ്റായിട്ട് എന്നോട് പറയുവാനായിട്ട് ഇടയാകണം. ഓക്കെ, പക്ഷേ ഞാനുമായിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം അവർക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ അവരെങ്ങനെയൊക്കെ ആയിരിക്കും അത് പ്രതികരിക്കുക എന്ന് നോക്കാം. ഒന്നാമത്, അവർ പ്രസൻറ്റ് സ്റ്റോറീസ്, അവർ കഥകൾ പറയും. അതായത്, അമ്മ എൻ്റെ കൂട്ടുകാരനെ ഉണ്ടല്ലോ ഒരു അങ്കിൾ ഇങ്ങനെ പിടിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ഇവരുടെ കാര്യമായിരിക്കും പറയുന്നത്. പക്ഷേ നിങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായ്മയോ അല്ലെങ്കിൽ ഭയമോ കാരണം മറ്റൊരാളുടെ പേരിൽ ഈ കഥകൾ നിങ്ങളോട് പറയുവാനിടയാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കഥകൾ പറയുന്നുണ്ടെങ്കിൽ അവൻ ഏതോ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് പറയുന്നത്. ആരോ അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുവാനുള്ള വിവേകം ഉണ്ടായി എത്രയും പെട്ടെന്ന് കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരംഭിക്കണം. രണ്ടാമത്, ഇമോഷണൽ ഔട്ട്ബേഴ്സ്. നല്ല കൊച്ചായിരുന്നു, പെട്ടെന്ന് ഭയങ്കര ദേഷ്യ സ്വഭാവം, അലറുന്നു.
അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിന് എന്നാ പറ്റി, പാസ്റ്ററെ കൊണ്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിക്കുന്നു, ആൻറ്റിയെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യിപ്പിക്കുന്നു. പ്രശ്നം ഇതൊന്നും ആയിരിക്കില്ല. കുഞ്ഞിനെന്തോ പറയാനുണ്ട്, കുഞ്ഞിനെ ആരോ എന്തോ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ കുഞ്ഞിന് അത് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അവൻ അമ്മ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അവൻ ഒച്ചയുണ്ടാക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഇമോഷണൽ ഔട്ട്ബേഴ്സ്, ദേഷ്യപ്പെടുന്നു, അലറുന്നു. ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഡിസിപ്ലിൻഡ് അല്ലാതെ വളർത്തിയ പിള്ളേരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ നിന്ന കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അപകട സൂചനയാണ് ആ കൊച്ചു തരുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഷോ റിബല്യൻ. എന്ത് പറഞ്ഞാലും തറുതല, പെട്ടെന്ന് ആരംഭിച്ചതൊരു സ്വഭാവമാണ്. 12 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 13ാമത്തെ വയസ്സായപ്പോൾ തൊട്ട് അമ്മേനെ കാണുമ്പോൾ കൊച്ചിന് ദേഷ്യം, അപ്പനെ കാണുമ്പോൾ മൂക്ക് ദേഷ്യം. കാര്യം എന്തായിരിക്കും? ഒരു പക്ഷേ ഒരു അങ്കിൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അവൾക്ക്, പക്ഷെ അത് പറയാനായിട്ട് പേടി. അതുകൊണ്ട് അപ്പനോടും അമ്മയോടും അവൾ എതിർത്ത് കാണിക്കുക. ഷോ റിബല്യൻ. അടുത്തത് സൈലൻസ് ആൻഡ് വിഡ്രോവൽ. പെട്ടെന്ന് കുഞ്ഞ് വിഡ്രോ ചെയ്തിട്ട് ഒരു അധികം സംസാരിക്കാതാവുക, ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുക. ഇങ്ങനത്തെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു അപകടത്തിൽ കൊച്ചു ചെന്ന് ചാടുവാനുള്ള സാധ്യതയുണ്ടാവാം, അല്ലെങ്കിൽ ചാടിയിരിക്കാം. നിങ്ങൾ മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ആ കുഞ്ഞിനെ ഇതിലൊന്നും പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ അഥവാ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കർത്താവ് എന്താ ചെയ്തത്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ലേ? നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവനും കൊടുത്താണേലും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് ചില ടിപ്സ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പേരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുഞ്ഞുമായിട്ട് നമ്മൾ സംസാരിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക, അവനുമായിട്ട് കളിക്കുവാൻ സമയം കണ്ടെത്തുക, അവനുമായിട്ട് ഒപ്പം ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തുക, അവനുമായിട്ട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. കുഞ്ഞുമായിട്ട് സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പലരും പറയായിരിക്കും. ജോലി തിരക്കുണ്ട്, ജോലി ഇല്ലാത്തവർക്കൊക്കെ അത് നടക്കുമായിരിക്കും. ഞാനും ജോലി ചെയ്യുന്നു, എൻ്റെ ഭർത്താവും ജോലി ചെയ്യുന്നു, ഞങ്ങൾക്ക് എവിടെയാ സമയം? അത് കഴിഞ്ഞ് വീട്ടിലെ ജോലിയുണ്ട്. പക്ഷേ സദൃശവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ മടിയന്മാരെ ഉപദേശിക്കുവാൻ ഉറുമ്പ് എന്ന ഒരു കൊച്ചു മൃഗത്തെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയും, മടിയാ, ഉറുമ്പിൻ്റെ അടുക്കൽ പോയി ബുദ്ധി പഠിക്കാം. അങ്ങനെ കുഞ്ഞുങ്ങളുമൊത്ത് എനിക്ക് ചെലവഴിക്കാൻ സമയമില്ല എന്ന് പറയുന്ന മാതാപിതാക്കളെ കാണിക്കുവാൻ ഞാനൊരു പക്ഷിയുടെ പടം കൊണ്ടുവന്നിട്ടുണ്ട്. പെൻഗ്വിൻസ്. നമ്മുടെ ഇവിടെയൊന്നും ഇതിനെ അധികം കണ്ടിട്ടില്ല. എംപറർ പെൻഗ്വിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ, പ്രധാനമായിട്ടും അന്റാർട്ടിക്കയിലാണ് ഈ ബേർഡ്സിനെ കാണുന്നത്. പറക്കുവാൻ സാധിക്കാത്ത പക്ഷികളാണ് ഇവർ. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്ന് പറയുന്ന കോണ്ടിനെൻസിലും ഇവരുണ്ട്. പ്രധാനമായും അന്റാർട്ടിക്കയിലാണ് കാണുന്നത്. അന്റാർട്ടിക്കയിലുള്ള ഓഷ്യൻ സൈഡിൽ, ആ സമുദ്രത്തിൻ്റെ തീരത്താണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. ഇതൊരു അച്ഛൻ പെൻഗ്വിനാണ്, ഇതൊരു അമ്മ പെൻഗ്വിനാണ്. അവർ വളരെ സ്നേഹത്തോട് ജീവിക്കുന്ന പക്ഷികളാണ്. ഓക്കെ, അവർ ആ സമുദ്ര തീരത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും, ഇഷ്ടം പോലെ മീൻ കിട്ടും. അവരങ്ങനെ നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന പക്ഷികളാണ്. എന്നാൽ അമ്മ പെൻഗ്വിന് മുട്ടയിടാൻ സമയമാകുന്ന ഒരു സമയമുണ്ട്. എല്ലാ വർഷവും മാർച്ച് മാസമാകുമ്പോൾ ഇതിന് മുട്ടയിടാൻ സമയമാകും അമ്മ പെൻഗ്വിന്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരത്രയും നാൾ താമസിച്ചിരുന്ന സമുദ്രതീരം വിടും. ആ സമുദ്രതീരം അവർക്ക് നല്ല കാലാവസ്ഥയാണ്, അവിടെ അവർക്ക് സുഖമായി ഭക്ഷണം കിട്ടും, അവർക്ക് ഏറ്റവും യോജിക്കുന്ന ക്ലൈമറ്റ് ആണെങ്കിലും അവരവിടെ ഒക്കെ വിട്ടിട്ട് എല്ലാ അച്ഛൻ പെൻഗ്വിന്മാരും അമ്മ പെൻഗ്വിന്മാരും ഒരുമിച്ച് അവിടെ നിന്ന് യാത്രയാകും. അവിടെ നിന്ന് അകത്തേക്ക് 110 കിലോമീറ്റർ അകത്തേക്ക് അവർ യാത്ര പോകും. എന്തിനാണെന്നറിയാമോ? സമുദ്രതീരത്ത് താമസിച്ച് മുട്ടയിട്ടാൽ, അവിടെ കുഞ്ഞു ജനിച്ചാൽ അവിടെ ഭീകരരായിട്ടുള്ള കടൽ ജീവികളുണ്ട്. അത് വന്നിട്ട് ആ പ്രിഡേറ്റേഴ്സ് വന്ന് ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനിടയാകും. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാർച്ച് മാസമാകുമ്പോൾ അങ്ങനെ കൂട്ടമായിട്ട് യാത്ര ചെയ്ത് 110 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടെ 160 കിലോമീറ്റർ സ്പീഡിൽ അടിക്കുന്ന കാറ്റുണ്ട്. അവിടുത്തെ തണുപ്പ് -60 ഡിഗ്രി സെൽഷ്യസാണ്. -60 ഡിഗ്രി സെൽഷ്യസ്. അതായത് ലോകത്തിലെ ഏറ്റവും താമസിക്കാൻ കൊള്ളാത്ത സ്ഥലത്ത്, അതായത് വേറൊരു ജീവി അവിടെ വരത്തില്ല. അത്രയും സുരക്ഷിതരായിട്ട് തങ്ങളുടെ മക്കളെ വെക്കുവാൻ വേണ്ടി 110 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. ഈ അപ്പനും അമ്മയും കൂടെ ട്രാവൽ ചെയ്ത് ആ സ്ഥലത്തെത്തിയതിന് ശേഷം, ഓക്കെ, മാർച്ചിൽ ട്രാവൽ തുടങ്ങും. ഓക്കെ, അവരവിടുത്തെ അതിനുശേഷം അവിടെ വന്നിട്ട് ആ സ്ഥലത്ത് വന്ന് അമ്മ മുട്ടയിടും.
ഓക്കെ. അമ്മ മുട്ട ഇട്ട ഉടൻ അമ്മ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? അപ്പോൾ ഏകദേശം 1 മാസത്തോളം സമയമായിട്ടുണ്ട് അവർ യാത്ര ചെയ്ത് വന്ന് മുട്ടയിട്ടു. അത് കഴിഞ്ഞിട്ട് അമ്മ പെൻഗ്വിൻ, അപ്പോൾ 1 മാസമായിട്ടുണ്ടാവും ആഹാരം വല്ലതും കഴിച്ചിട്ട്. അമ്മ പെൻഗ്വിൻ ആ മുട്ട വളരെ സൂക്ഷിച്ച് അപ്പൻ പെൻഗ്വിൻ്റെ കാലയിലോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അപ്പൻ പെൻഗ്വിൻ തൻ്റെ 2 കാലിൻ്റെയും ഇടയിലോട്ട് ആ മുട്ട ഇങ്ങനെ വെച്ചിട്ട് തൻ്റെ ശരീരം കൊണ്ട് അതിനെ ഇങ്ങനെ മൂടും. എന്തിനാണെന്ന് പറയുക? തണുപ്പൊന്നും തൻ്റെ കുഞ്ഞിനെ അടിക്കാതിരിക്കാൻ വേണ്ടി അതിനെ മൂടി സംരക്ഷിക്കും. എന്നിട്ട് ഈ അമ്മ പെൻഗ്വിന് 1 മാസമായി ഭക്ഷണം കഴിച്ചിട്ട് അമ്മ പെൻഗ്വിൻ ഓടി സമുദ്രത്തിൻ്റെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കണ്ടേ, മുട്ടയിട്ട ക്ഷീണമുണ്ട്. ഓടി അവർ സമുദ്രത്തിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാനായിട്ട് അവർ പോകുമ്പം ഈ അപ്പൻ പെൻഗ്വിന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നീട് ഏകദേശം ഒരു 2-3 മാസം ഈ അപ്പൻ പെൻഗ്വിൻ ആ ഒരു പൊസിഷനിൽ ഈ മുട്ട സംരക്ഷിച്ചുകൊണ്ട് അവരെല്ലാം കൂട്ടമായിട്ട് നിൽക്കും. എന്തിനാണെന്നറിയാമോ? ഭയങ്കര തണുപ്പാണ്, -60°C. എല്ലാ അപ്പന്മാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ആ മുട്ടയും സംരക്ഷിച്ച് ഇങ്ങനെ നിൽക്കും. നല്ല അച്ചടക്കത്തോടെ ഞങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ച് ആ തണുപ്പ് സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിക്കും അവർ പോകത്തില്ല. തങ്ങളുടെ കുഞ്ഞ് പുറത്തു വരുന്നത് വരെ ആ അപ്പൻ പെൻഗ്വിൻ നിൽക്കും. എപ്പോഴാണെന്നറിയാമോ? മാർച്ചിൽ തുടങ്ങിയതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം ഈ അപ്പൻ പെൻഗ്വിൻ ഈ നിപ്പ് നിൽക്കും. ഭക്ഷണം കഴിക്കാതെ ഈ നിപ്പ് നിൽക്കും. അപ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് ഏകദേശം പകുതിയാകും. അതായത് ഉദാഹരണം പറഞ്ഞാൽ 100 കിലോ ആയിരുന്നെങ്കിൽ 50 കിലോ ആകും വെയിറ്റ്. ഭക്ഷണമൊന്നുമില്ല, ഇത് ഈ ഒരൊറ്റ നിപ്പ് നിൽക്കും. തൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഈ അപ്പൻ പെൻഗ്വിൻ നിൽക്കും. അത് കഴിയുമ്പോൾ ജൂലൈ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിനുള്ള ആദ്യത്തെ ഭക്ഷണമായിട്ട് അമ്മ വരും. അമ്മ വരുന്ന സമയമാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ മുട്ട പൊട്ടിയിട്ട് കുഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇത് കണ്ടോ? കുഞ്ഞ് പെൻഗ്വിൻ പുറത്ത് വന്നിട്ടുണ്ടാവും. അമ്മ ഓടി വന്ന്, അമ്മ കഷ്ടപ്പെട്ട് പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കുഞ്ഞിനങ്ങോട്ട് കൊടുക്കും. ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞ് ആദ്യത്തെ ഭക്ഷണം കഴിക്കും. അപ്പൻ പെൻഗ്വിൻ 4 മാസമായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പൻ പെൻഗ്വിൻ അമ്മയുടെ കയ്യിലോട്ട് ഈ കുഞ്ഞിനെ കൊടുക്കും. എന്നിട്ട് അമ്മയാണ് ഇപ്പ് തുടങ്ങും. അപ്പൻ പെൻഗ്വിൻ പോയി ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പൻ അമ്മയെക്കാളും കൂടുതൽ ത്യാഗം ചെയ്യുക. 4 മാസമാണ് നിന്നത്. ഓക്കെ, പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ഓടും. അപ്പോൾ അമ്മ പെൻഗ്വിൻ ഈ നിപ്പ് നിൽക്കാൻ തുടങ്ങും. ജൂലൈ മാസമാണ് കുഞ്ഞ് പുറത്ത് വരുന്നത്. പിന്നെ നിൽക്കും അവർ ഓഗസ്റ്റ്, സെപ്റ്റംബർ. എന്തിനാണെന്നറിയാവോ ഈ നിപ്പ് നിൽക്കുന്നത്? അപ്പനും അമ്മയും മാറി 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 ഈ നിപ്പ് നിൽക്കും. കുഞ്ഞിനെ വേറെ ഒന്നും പറ്റാതെ അവരിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അടുത്ത പിക്ചർ. സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് ഇച്ചിരി ആവും. അതിന് സ്വയമായിട്ട് നിൽക്കാനുള്ള ഒരു പ്രാപ്തിയായി, ലോകത്തോട് പോരാടാനുള്ള ഒരു ശക്തിയായി. സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് പുറത്ത് വന്നു. അമ്മയുടെ ആ ചിറകിൽ നിന്ന്, അപ്പൻ്റെ ചിറകിൽ നിന്ന് പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പിക്ചർ. അപ്പനും അമ്മയും കുഞ്ഞും കൂടെ ഒരു നിപ്പുണ്ട്. ഞങ്ങൾ നന്നായി ഇതിനെ വളർത്തിയെന്ന് പറഞ്ഞിട്ട്, സെപ്റ്റംബർ ആകുമ്പം തിരിച്ച് അവർ സന്തോഷമായി താമസിച്ച അന്റാർട്ടിക്കയുടെ ആ സമുദ്ര തീരത്തിലേക്ക് അവർ വീണ്ടും എല്ലാവരും യാത്രയാവും. മാതാപിതാക്കളെ, ഈ പക്ഷിയെ നോക്കി ബുദ്ധി പഠിക്കാം. മനുഷ്യന് ജ്ഞാനവും വിവേകവും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ ആ മനുഷ്യന് ദൈവം ദാനമായി നൽകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്? ഈ മിണ്ടാപ്രാണികൾ നമ്മളെ കാണിച്ചു തന്ന എന്താ? എന്ത് ത്യാഗവും സഹിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അവരെടുത്ത സ്റ്റെപ്പിൻ്റെ അടുത്ത് നമ്മളെത്തുമോ? നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ അനലൈസ് ചെയ്യാം. കർത്താവിനോട് പറയാം, കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന ദാനമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ളവർ, അവർ ഭാഗ്യമുള്ളവർ, അവർ ഈ മെസ്സേജ് കേട്ടിട്ടുണ്ട്. കർത്താവിനോട് പറയാം, നീ എനിക്ക് തരുന്ന ആ കുഞ്ഞിനെ ജനിച്ച ദിവസം മുതൽ ഞാൻ ഏറ്റവും നന്നായി സംരക്ഷിക്കും. മാതാപിതാക്കളായിട്ടുള്ളവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ. അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾക്ക് ആ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് തൊട്ട് ആരംഭിക്കാം. കുഞ്ഞുങ്ങളോട് സംസാരിക്കുക, അവരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അവരുമായിട്ട് കളിക്കാൻ, അവരുമായിട്ടൊന്ന് ചിരിക്കാൻ, അവരുമായിട്ടൊന്ന് സന്തോഷിക്കാൻ. നീതിമാൻ്റെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷസ്വരങ്ങളുണ്ടെന്ന കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന ശബ്ദം നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തു വരട്ടെ. അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും നോക്കി, നിങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് മറ്റാരുമല്ല, നിങ്ങളുടെ പപ്പായും മമ്മിയാണ്. അവരിവിടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട്. വിശ്വാസികളായ പേരൻസിനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങളില്ല. നിങ്ങളുടെ അപ്പയും അമ്മയും ബഹുമാനിക്കാൻ, അവർ നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, നിങ്ങൾക്ക് നന്മയുണ്ടാകുവാൻ, അവർ പറയുന്ന വഴിയിൽ പോകുവാനായിട്ട് സമർപ്പിക്കുകയും നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ടിരിക്കുവാനും ശ്രമിക്കുക.
നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സമയത്ത് ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അവരെ ഓർക്കുന്നു, അവരുടെ ത്യാഗത്തെ ഓർക്കുന്നു, അവർ ഞങ്ങളെ വളർത്തിയ വിധങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. കർത്താവെ, അടുത്ത തലമുറയെ ശരിയായ രീതിയിൽ കർത്താവിന് വേണ്ടി വളർത്തിക്കൊണ്ട് വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവെ, ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞും കർത്താവെ പിശാചിൻ്റെ യാതൊരു തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകാതെ കർത്താവെ ശക്തമായൊരു തലമുറയായി, ഒരു ജോഷുവ ജനറേഷനായി കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ അങ്ങേക്ക് വേണ്ടി നിലനിൽക്കുന്ന പോരാളികളായിട്ട് ഇവിടെയുള്ള ഓരോ കുഞ്ഞും മാറുവാൻ ഇടയാകണമേ. ശരിയായ രീതിയിൽ ഓരോ കുഞ്ഞിനെ വളർത്തുവാൻ ഈ മാതാപിതാക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പിശാചി യാതൊരു വിധത്തിലും ഒരു കുടുംബത്തെയും തകർക്കുവാൻ ഇടയാകരുത്. ഞങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ കർത്താവെ, ഞങ്ങളുടെ അപ്പനും അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിടുകയാണ്. കർത്താവെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ സ്തോത്രം. കർത്താവെ, ഇനിയും ഞങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഈ സഭയിലെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.